ഹായ്, എഴുതാനറിയാത്ത കുട്ടികളെല്ലാം ആദ്യത്തെ വീഡിയോ കണ്ട് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി സ്വരാക്ഷരങ്ങൾ എഴുതാൻ പഠിക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണ്. ഈ സ്വരാക്ഷരങ്ങൾക്ക് ഏത് ഭാഷയിലായാലും ഒരു പ്രത്യേകത ഉണ്ട്. സ്വരാക്ഷരങ്ങൾ ചേർന്നാണ് നമുക്ക് വേണ്ട ചിഹ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭാഷയിൽ നമുക്ക് വേണ്ട ചിഹ്നങ്ങൾ ഉണ്ടാക്കുന്നത് സ്വരാക്ഷരങ്ങളാണ്. സ്വരാക്ഷരങ്ങൾ പഠിക്കാൻ നമുക്ക് അക്ഷരമാല ഒരു പാട്ട് രൂപത്തിൽ പഠിച്ചാൽ വളരെ പെട്ടെന്ന് സ്വരാക്ഷരങ്ങൾ ഓർത്തെടുക്കാനാവും. അപ്പോൾ ആദ്യം ആ അക്ഷരമാല പാട്ടൊന്ന് നമുക്ക് ഒന്ന് പാടി നോക്കാം. ഇ ഈ ഉ ഊറ് എ എ ഐ ഒ ഓ ഔ അം അ. ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ ഉപയോഗിച്ചൊരു പാട്ട് പാടി നോക്കാം. ഖ ഖ ഖ ഘ ങ ഛ ഛ ജ ഝ ഞ ഠ ഠ ഡ ഢ ണ ഥ ഥ ധ ധ ന ഫ ഫ ഭ ഭ മ യരലവ ശശസഹ യരലവ ശശസഹ ലാ ഴ റ. ഇനി ഈ അക്ഷരമാലാക്രമം ഓർത്ത് വെക്കാനുള്ള ഒരു കോഡൊന്ന് നോക്കാം. നമുക്ക് ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ നമ്മൾ പല വാക്കുകളും ഉപയോഗിക്കാറുണ്ട് അല്ലേ? ദേഷ്യം എഴുതി ദേഷ്യം പിടിക്കുമ്പം കുറേ വായിച്ച് മടക്കുമ്പോൾ ഒക്കെ. അപ്പം നമുക്ക് ദേഷ്യത്തിലൊന്ന് പറഞ്ഞു നോക്കാം. കച്ചടത്തപ്പൻ. ഖ ച ട ത പ എന്ന ക്രമത്തിലാണ് അക്ഷരമാലകൾ വരുന്നത്. അപ്പം ക 4 വിധമുണ്ട്, ച 4 വിധമുണ്ട്, ട 4 വിധമുണ്ട്, ത 4 വിധമുണ്ട്, പ 4 വിധമുണ്ട്. ഇനി പുസ്തകവും പേനയൊക്കെ എടുത്ത് നമുക്ക് പണി തുടങ്ങാം. ആദ്യം വളച്ച് വരയ്ക്കാം. വളച്ച് വരച്ചിട്ട് അതിന് കൂടെ തന്നെ 3 അഥവാ 3 എഴുതാം. 3 എഴുതി റെഡിയായി. ഇനി അത് അതിനുള്ളിലൂടെ എടുക്കുക. ഉള്ളിലൂടെ വളച്ചെടുക്കുക. വീണ്ടും വളച്ച് വരയ്ക്കുക. ഉള്ളിലേക്ക് മടക്കുക. അല്ലെ, നമുക്കൊന്നുകൂടെ നോക്കാം. ആദ്യം വളച്ച് വരയ്ക്കാം. വളച്ച് വരച്ചിട്ട് അതിന് കൂടെ 3 എഴുതാം അഥവാ 3 എഴുതാം. എന്നിട്ട് ഉള്ളിലൂടെ വളച്ചെടുക്കുക. ആ വളച്ചെടുത്തതിന് മുകളിലൂടെ വീണ്ടും വളച്ചെടുക്കുക. ഒന്ന് മടക്കി കൊടുക്കുക. അറ്റൊന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. ആ ആയി. ഇനി ആ കഴിഞ്ഞാൽ അടുത്ത ആളാരാ? ആ. അപ്പോൾ ആ ഒന്ന് എഴുതി നോക്കാം. ആദ്യം വളച്ച് വരയ്ക്കാം. അതിന് കൂടെ തന്നെ 3 എഴുതാം അഥവാ 3 എഴുതാം. എന്നിട്ട് ഉള്ളിലൂടെ വളച്ചെടുക്കുക. അതിന് മുകളിലൂടെ വീണ്ടും വളച്ചെടുക്കുക. അറ്റത്ത് ഈ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത് കൈയെടുക്കാതെ വീണ്ടും താഴേക്ക് വളച്ച് വരയ്ക്കുക. ആ കഴിഞ്ഞാൽ അടുത്ത ആളാരാ? ഈ. അപ്പോൾ ഈ ഒന്ന് എഴുതി നോക്കാം. ഒരു 0 ഇട്ട് തുടങ്ങാം. ഒരു 0 ഇട്ട് തുടങ്ങിയിട്ട് വളച്ചെടുക്കുക. 0ത്തിന് മുകളിലൂടെ ഇങ്ങനെ വളച്ചെടുക്കുക. കൈയെടുക്കാതെ വീണ്ടും വളയ്ക്കുക. എന്നിട്ട് അടിയിലേക്ക് ചെരിച്ചു കൊണ്ടുപോകുക. ചെരിച്ചു കൊണ്ടുപോയിട്ട് വീണ്ടും പിറകോട്ട് വളയ്ക്കുക. ഈ റെഡി. നമുക്കൊന്നുകൂടെ നോക്കാം. 0 ഇടുന്നത് പോലെ ഇങ്ങനെ വളച്ചെടുക്കുക. അതിന് മുകളിലൂടെ വീണ്ടും വളച്ചെടുക്കുക. കൈയെടുക്കാതെ ഒന്നുകൂടെ വളയ്ക്കുക. താഴോട്ട് ചെരിച്ച് വരയ്ക്കുക. പിന്നെ പിറകോട്ടൊന്ന് വളച്ച് വരയ്ക്കുക. ഈ റെഡി. വേറെ ഒരാളുണ്ട്. ഈ നീട്ടി പറയുന്ന ഈ. അതൊന്ന് എഴുതി നോക്കാം. ഈ എഴുതിയതുപോലെ ആദ്യം 0 വരയ്ക്കുന്ന പോലെ വളച്ചെടുത്തിട്ട് മുകളിലൂടെ വളയ്ക്കാം. കൈയെടുക്കാതെ വീണ്ടും വളച്ച് വരയ്ക്കാം. പിന്നെ അടിയിലേക്ക് ചെരിച്ച് വരച്ചു കൊണ്ടുവരിക. പിറകോട്ട് വളച്ച് വരയ്ക്കാം. ഈ എഴുതി. ഇനി അതിനടുത്ത് തന്നെ നേരെ 2 പ്രാവശ്യം വളച്ച് വരയ്ക്കാം. എന്നിട്ട് അടിയിലോട്ട് ചെരിച്ച് വളച്ച് കൊണ്ടുവന്നാൽ ഈ റെഡിയായി. ഈ കഴിഞ്ഞാൽ അടുത്തത് ഉ. 0 ഇടുന്നത് പോലെ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് മുകളിലൂടെ വളച്ചെടുക്കുക. താഴോട്ട് വളയ്ക്കുക. പിറകോട്ട് വളച്ച് വരയ്ക്കുക. റെഡി. ഒന്നുകൂടെ നോക്കാം. 0 വരയ്ക്കുന്ന പോലെ വളച്ചെടുത്തിട്ട് മുകളിലൂടെ വീണ്ടും വളയ്ക്കുക. ചെരിച്ച് വരയ്ക്കുക. പിറകോട്ട് മടക്കി വരയ്ക്കുക. റെഡി. ഈ കഴിഞ്ഞാൽ അടുത്തത് ഊ കഴിഞ്ഞിട്ടില്ല ഊ. അതൊന്ന് എഴുതി നോക്കാം. 0 വരയ്ക്കുന്ന പോലെ വളച്ചെടുക്കുക. മുകളിലൂടെ വളയ്ക്കുക. പിന്നെ ചെരിച്ച് വരച്ചിട്ട് പിറകോട്ടേക്ക് വളച്ച് വരയ്ക്കാം. റെഡി. ഇനി അതിനടുത്ത് നേരത്തെ വരച്ച പോലെ 2 പ്രാവശ്യം വളച്ച് വരയ്ക്കുക. കൈയെടുക്കാതെ വളച്ച് വരച്ചിട്ട് താഴേക്ക് വീണ്ടും വളച്ച് വരയ്ക്കാം. റെഡി. ഈ ഊ കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് പിടി തരാത്ത ആളാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് എഴുതണം. ഒന്ന് നോക്കാം, ഒന്ന് വരച്ച് നോക്കാം. പൂജ ഇടുന്നത് പോലെ
പിറകോട്ട് 0 ഇട്ട് വരച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വളച്ച് വരയ്ക്കാം. പിന്നെ നമ്മൾ 8 എഴുതൂലേ അതുപോലെ ഉള്ളിലൂടെ 8 എഴുതുന്ന പോലെ ഉള്ളിലൂടെ എടുത്തിട്ട് മുകളിലൊന്നുകൂടെ മടക്കി കൊടുക്കുക. റെഡി. ഒന്നുകൂടി എഴുതി നോക്കാം. 0 പിറകോട്ട് എഴുതുന്നത് പോലെ വളച്ചു കൊണ്ടുപോയിട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ 8 എഴുതുന്നത് പോലെ മാത്സിൽ 8 എഴുതുന്നത് പോലെ ഉള്ളിലൂടെ എടുത്തിട്ട് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് മടക്കി കൊടുക്കുക. 2 കണ്ണുള്ള പോലെ ഉണ്ടാവും. 8ന് 2 കണ്ണുള്ളത് പോലെ ഉണ്ടാവും. നമ്മുടെ റെഡിയായി. ഒന്നുകൂടി എഴുതി നോക്കാം. പിറകോട്ട് 0 എഴുതുന്നത് പോലെ വരയ്ക്കുക. ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക. 8 എഴുതുന്നത് പോലെ മാത്സിൽ 8 എഴുതുന്നത് പോലെ ഉള്ളിലൂടെ മുകളിലോട്ട് എടുത്തിട്ട് അറ്റൊന്ന് മടക്കി കൊടുക്കുക. 8ന് 2 കണ്ണ് വെച്ച പോലെയുള്ള സാധനമാണ് കേട്ടോ. ചില വിളവന്മാർ എന്ത് ചെയ്യും? ഇതുപോലെ 8 എഴുതുന്ന പോലെ വളച്ചങ്ങോട്ട് എടുത്തിട്ട് 2 അറ്റത്തും ഓരോ കണ്ണ് വെച്ച് കൊടുക്കും. തൽക്കാലം അങ്ങനെ ഒന്ന് എഴുതി നോക്കിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സ്ട്രോക്ക് എങ്ങനെയാണ് വരുന്നത്? പിറകോട്ട് 0 എഴുതുന്ന പോലെ എഴുതിയിട്ട് ചെറുതായി ഒന്ന് വളയ്ക്കുക. 8 എഴുതുന്ന പോലെ ഉള്ളോട്ടെടുക്കുക. മുകളിൽ ഒന്ന് മടക്കി കൊടുക്കുക. 8ന് കണ്ണ് വെച്ചത് തന്നെ കേട്ടോ. ഇനി നമുക്ക് കഴിഞ്ഞിട്ടുള്ള ഒന്ന് എഴുതി നോക്കാം. എഴുതാൻ നല്ല രസമാണ്. ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് കഴിയും. ചെറുതായിട്ടൊന്ന് വളയ്ക്കുക. സൈഡിലോട്ട് നീട്ടി വരയ്ക്കുക. എന്നിട്ട് മുകളിലോട്ട് വരയ്ക്കുക. പിന്നെ ആ മുകളിലോട്ട് വരച്ചതെന്ന് തന്നെ കൈയെടുക്കാതെ താഴോട്ട് കൊണ്ടുപോയിട്ട് ചെറുതായൊന്ന് വളച്ച് ഉള്ളിലൂടെ എടുക്കുക. റെഡി. ഒന്നുകൂടി എഴുതിയാലോ? ചെറുതായിട്ട് വളച്ച് വരയ്ക്കുക. സൈഡിലോട്ട് നീട്ടി വരയ്ക്കുക. മുകളിലോട്ട് പൊന്തിച്ചെടുക്കുക. അതിലൂടെ തന്നെ താഴോട്ടെടുത്തിട്ട് വളച്ച് ഉള്ളിലൂടെ പുറകോട്ടെടുത്താൽ റെഡി. അടുത്തത് എന്ന് എഴുതി നോക്കാം. നീട്ടി ഉച്ചരിക്കുന്ന എന്ന് എഴുതി നോക്കാം കേട്ടോ. ആദ്യം വളച്ചു വരയ്ക്കുക. സൈഡിലോട്ട് നീട്ടിയെടുക്കുക. മുകളിലോട്ട് കൊണ്ടുപോവുക. കൈയെടുക്കാതെ താഴത്തോടെ വളച്ചെടുത്തിട്ട് മുകളിലൂടെ കുറച്ച് വളച്ച് വയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇവിടുന്ന് നമുക്ക് ഇവിടെ ഒരു 3 ഇതിനടുത്ത് അടുത്തൊരു 3 ആഡ് ചെയ്ത് കൊടുക്കുക. 3 എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതിയ റെഡി. എളുപ്പമാണേ. ഇവിടെ നോക്കാം. ഒന്ന് വളച്ച് വരയ്ക്കുക. സൈഡിലോട്ട് നീട്ടി വരയ്ക്കുക. മുകളിലോട്ട് പൊന്തിച്ചെടുക്കുക. അടിയിലൂടെ വളച്ച് കൊണ്ടുവന്നിട്ട് എക്ക് മുഴുവൻ താഴോട്ട് ഇറക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 3 ആഡ് ചെയ്ത് കൊടുക്കണം. റെഡി. റെഡി. ഇനി നമുക്ക് എഴുതി നോക്കാം. എഴുതാൻ ആദ്യം 0 എഴുതുന്നത് പോലെ ഇങ്ങനെ വളച്ചെടുത്തിട്ട് മുകളിലൂടെ വളച്ച് താഴേക്കിടുക. ഇനി അതിനെടുത്ത് എഴുതിയാൽ എന്തായി? ആയി. അതിന് ചേർന്ന് എഴുതി കൊടുത്താൽ ഒന്നുകൂടെ നോക്കേ. 0 വരയ്ക്കുന്ന പോലെ വളച്ച് കൊണ്ടുവന്ന് താഴേക്കിടാം. എന്നിട്ട് അതിനടുത്തായിട്ട് എന്ത് എഴുതി കൊടുക്കുക? എഴുതി കൊടുക്കുക. അതിനടുത്തായിട്ട് എഴുതിയാൽ റെഡി. എഴുതിയാലോ? എഴുതി നോക്കാം. നേരത്തെ ഐക്ക് എഴുതിയതുപോലെ തന്നെ ഇങ്ങനെ വളച്ചു കൊണ്ടുവരാം. ഐൻ്റെ മുന്നിൽ എഴുതിയ ആ ചിഹ്നം പോലെ വളച്ചു കൊണ്ടുവന്നിട്ട് 3 എഴുതുന്ന പോലെ എഴുതാം. 3 എഴുതുന്ന പോലെ. ഒന്നുകൂടെ 0 എഴുതുന്ന പോലെ ഇങ്ങനെ വളച്ചു കൊണ്ടുവരിക. എന്നിട്ട് അവിടെ നിന്ന് 3 എഴുതുന്ന പോലെ മടക്കുക. 3 എഴുതുന്ന പോലെ ഇങ്ങനെ മടക്കി വരയ്ക്കുക. അപ്പോൾ എന്തായി? ആയി. ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല. നീട്ടി ഉച്ചരിക്കുന്ന എന്ന് എഴുതാം കേട്ടോ. എഴുതിയിട്ട് അതിന് നേരെ ചെരിഞ്ഞ് വളച്ചു വരച്ചാൽ എന്തായി? ആയി. ഓട്ടം എന്നൊക്കെ പറയുന്ന ആയി. ഒന്നുകൂടെ എഴുതുക. അതിന് നേരെ ചെരിച്ചൊന്ന് വളച്ച് വരച്ചു കൊടുക്കുക. അടുത്തത് കഴിഞ്ഞിട്ടില്ല. ഔ എന്ന അക്ഷരം ഒന്ന് എഴുതി നോക്കാം. എഴുതുക. നേരത്തെ വരച്ച പോലെ വരച്ചിട്ട് എന്ത് ചെയ്യുക? അതിന് അടുത്തായിട്ട് 2 പ്രാവശ്യം വളച്ച് വരയ്ക്കുക. കൈയെടുക്കാതെ വളച്ച് വരയ്ക്കുക. താഴോട്ട് ചെരിച്ച് വരയ്ക്കുക. റെഡി. അടുത്തത് ഒന്ന് എഴുതി നോക്കാം. വളച്ച് വരയ്ക്കുക. അതിന് കൂടെ
3 അഥവാ 3 എഴുതുന്ന പോലെ എഴുതുക. നേരത്തെ ആ എഴുതിയത് ഓർമ്മയില്ലേ, അത് തന്നെ ആ എഴുതുക. എന്നിട്ട് ഉള്ളിലൂടെ വളച്ചെടുക്കുക. ഉള്ളിലൂടെ വളച്ചെടുത്തിട്ട് കൈ എടുക്കാതെ വീണ്ടും വളച്ചു വരയ്ക്കുക. ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. അതിനടുത്ത് ചെറുതായിട്ടൊരു പൂജ്യം ഇട്ട് കൊടുക്കുക. അം റെഡി. കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങളിൽ അവസാനം വരുന്ന അക്ഷരം അ. ഒന്ന് എഴുതി നോക്കാം. നമ്മൾ നേരത്തെ എഴുതിയ പോലെ വളച്ച് വരയ്ക്കുക. അതിന് കൂടെ 3 എഴുതുക. ഉള്ളിലൂടെ വളച്ചെടുക്കുക. കൈയെടുക്കാതെ വീണ്ടും വളച്ചെടുക്കുക. ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. റെഡി. ആൻ്റെ അടുത്ത് ചെറിയ 2 പൂജ്യം മുകളിലും താഴെയായിട്ടാൽ ആരായി? നമ്മുടെ സ്വരാക്ഷരങ്ങളുടെ അവസാനത്തെ ആൾ ആയി. ആ അക്ഷരങ്ങളൊന്ന് എഴുതി നോക്കാം. ആദ്യം ആ എഴുതുന്നത് നോക്കേ, നല്ല ശ്രദ്ധിച്ച് നോക്കണേ. ആ എഴുതി. കഴിഞ്ഞാൽ ആരാ? ആ എഴുതി നോക്കാം. വളച്ചെടുത്ത് 3 എഴുതി കൊടുത്തു. ഉള്ളിലൂടെ വളച്ചെടുത്തു. കൈയെടുക്കാതെ വീണ്ടും വളച്ചു. മടക്കി കൊടുക്കുന്നത് അടിയിലൂടെ വളച്ചെടുത്തു. റെഡി. ഇനി കഴിഞ്ഞാൽ അടുത്ത ആളാരാ? ഈ ഒന്ന് എഴുതി നോക്കാം. പൂജ്യം ഇടുന്ന പോലെ വളച്ചെടുത്തു. എന്നിട്ട് ഒന്നുകൂടെ വളച്ചു. സൈഡിലോട്ട് വളച്ചെടുത്തു. പിറകോട്ട് വളച്ചു. റെഡി. ഇനി അടുത്ത ആളാരാ? ഈ. നമ്മൾ ഈ എഴുതിയ പോലെ വീണ്ടും എഴുതുക. വീണ്ടും എഴുതിയിട്ട് അതിനടുത്ത് കൈയെടുക്കാതെ 2 പ്രാവശ്യം വളച്ചു വരയ്ക്കുക. സൈഡിലോട്ട് ചെരിച്ച് വരയ്ക്കുക. റെഡി. ഈ കഴിഞ്ഞാൽ അടുത്ത ആൾ സോറി കേട്ടോ. പൂജ്യം വരക്കുന്ന പോലെ വരച്ചിട്ട് മുകളിലൂടെ വളച്ചെടുക്കുക. സൈഡിലോട്ട് ചെരിച്ച് വളയ്ക്കുക. പിന്നെ പിറകോട്ട് വളച്ചു കൊടുക്കുക. റെഡി. അടുത്തത് നമ്മൾ എഴുതിയ പോലെ എഴുതിയിട്ട് അതിനടുത്ത് തന്നെ 2 പ്രാവശ്യം കൈയെടുക്കാതെ വളച്ച് വരച്ച് സൈഡിലോട്ട് ചെരിച്ച് വരയ്ക്കുക. റെഡി. അപ്പോൾ കഴിഞ്ഞാൽ അടുത്ത ആളാരാ? കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. നേരത്തെ കാണിച്ചതുപോലെ എഴുതാൻ പഠിച്ചാൽ പെട്ടെന്ന് എഴുതിയെടുക്കുക അല്ലേ? 8 എഴുതുന്ന പോലെ എഴുതിയെടുത്തിട്ട് 2 ഭാഗം മടക്കി കൊടുക്കുക. റെഡി. ഇനി അടുത്ത ആളാണ് എ. ഒന്ന് വളച്ച് വരയ്ക്കുക. സൈഡിലോട്ട് നീട്ടി വരയ്ക്കുക. മുകളിലോട്ട് വരയ്ക്കുക. കൈയെടുക്കാതെ താഴോട്ട് അടിയിലൂടെ വളച്ച് കൊണ്ടുവന്ന് പുറത്തോട്ടിട്ടാൽ എ ആയി. താള് എ ഒന്ന് എഴുതി നോക്കാം. നമ്മൾ എ എഴുതുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ എഴുതാൻ സുഖമാണല്ലേ. എഴുതിയിട്ട് മുഴുവൻ താഴോട്ട് വളച്ച് വരയ്ക്കാതെ അതിൻ്റെ കൂടെ 3 എഴുതി കൊടുക്കുക. 3 എഴുതുന്ന പോലെ എഴുതി കൊടുത്ത ആരായി? ആയി. അടുത്ത ആളാണ് ഐ ഒന്ന് എഴുതി നോക്കാം. പൂജ്യം വരയ്ക്കുന്ന പോലെ വരച്ചെടുത്തിട്ട് മുകളിലൂടെ വളച്ച് വരയ്ക്കാം. അപ്പോൾ ഐയുടെ ചിഹ്നമായി. ഇനി അതിനടുത്ത് എഴുതി കൊടുത്താൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇങ്ങനെ എഴുതി കൊടുത്താൽ നമുക്ക് എന്ത് വായിക്കാം? ഐ എന്ന് വായിക്കാം. ഐ. അടുത്തത് ഓ പൂജ്യം പോലെ വളച്ച് വരയ്ക്കുക. മുകളിലൂടെ വളച്ചെടുത്തിട്ട് മുഴുവനായിട്ട് താഴേക്ക് വളയ്ക്കുന്നതിന് മുന്നേ എന്താ ചെയ്യണം? നമ്മൾ വളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് 3 എഴുതി കൊടുക്കണം. 3 എഴുതുന്ന പോലെ എഴുതി കൊടുക്കുക. 3 എഴുതി കൊടുക്കുക. അപ്പോൾ റെഡി. അടുത്തത് അതുപോലെ എഴുതുക. അതിനടുത്തായിട്ട് ഒന്ന് വളച്ച് വരയ്ക്കുക. ചെരിച്ചിട്ട് വളച്ച് വരച്ചാൽ ആയി. ഇനി എഴുതിയിട്ട് അതിനടുത്തായി കൈയെടുക്കാതെ 2 പ്രാവശ്യം വളച്ച് വരച്ചിട്ട് അടിയിലോട്ട് ചെരിച്ച് വരയ്ക്കുക. റെഡി. ഇനി അടുത്തത് എഴുതുക. എഴുതിയിട്ട് അതിനടുത്ത് ഒരു ചെറിയ പൂജ്യം ഇട്ട് കൊടുത്താൽ ആരായി? അമ്മായി. ഇനി അടുത്തത് ഇതുപോലെ എഴുതുക. ഇതുപോലെ എഴുതിയിട്ട് അതിനടുത്ത് 2 ചെറിയ പൂജ്യം മുകളിലും താഴെയായിട്ട് വരച്ചു കൊടുത്താൽ റെഡി. ക്ലാസ്സിനെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം.